139 സങ്കീർത്തനത്തിൽ നിന്ന് ആസ്പദമായാണ് ഇന്ന് പകലിൽ ദൈവവചനം സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. വായിക്കാം. 139 സങ്കീർത്തനം, അതിൻ്റെ 5-ാമത്തെ വാക്യം. മുമ്പും പിമ്പും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു, എൻ്റെ മേൽ വച്ചിരിക്കുന്നു, നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഇന്ന് പകലിൽ നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇതാണ്: ദൈവം വഴി അടയ്ക്കുമ്പോൾ മറ്റൊന്ന് നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്നുണ്ട്. ഒന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം വഴികൾ അടയ്ക്കുമ്പോൾ മറ്റൊന്ന് നാം അറിയാതെ എനിക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തോടെ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉറക്കെ ഒന്ന് ശബ്ദം ഉയർത്തിയെന്ന് പറ: ദൈവം വഴികൾ അടയ്ക്കുമ്പോൾ മറ്റൊന്ന് എനിക്ക് വേണ്ടി ദൈവം തുറക്കുന്നുണ്ട്. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി നിങ്ങളുടെ നാവുകളിൽ നിന്ന് വിശ്വാസത്തോടൊന്ന് പ്രഖ്യാപിക്കുക: ദൈവം ഒരു വഴി അടയ്ക്കുമ്പോൾ മറ്റൊരു വഴി എനിക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. വിശ്വാസത്തോടെ നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ നമ്മൾ ഇത്രയും നേരം പദ്ധതികൾ തയ്യാറാക്കിയത് ദൈവത്തോട് ചോദിച്ചായിരുന്നോ? അല്ലല്ലോ. ദൈവം നമ്മളൊരു പ്ലാൻ അങ്ങോട്ട് പദ്ധതി ഉണ്ടാക്കുന്നു, നമ്മളത് വെച്ച് സ്റ്റെപ്പ് ചെയ്യുന്നു, ബാക്കി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി. കർത്താവേ, ദൈവഹിതമാണെങ്കിൽ ഈ പരിപാടി അങ്ങ് നടത്തി തരണം. അന്നേരം പ്രാർത്ഥിച്ചിട്ടും വഴി അടയുന്നില്ല, തുറക്കുന്നില്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കിക്കോണം, അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതല്ലെന്ന്. ഇന്ന് പകൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവിൽ ദൂത് കൈമാറുകയാ. ഞാൻ ഉദ്ദേശിച്ച പദ്ധതികൾ ഓരോന്നായി ബ്ലോക്കാകുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഇതിനേക്കാളും ശ്രേഷ്ഠകരമായത്, ഇതിനേക്കാൾ മൂല്യമേറിയത്, ഇതിനേക്കാൾ മാന്യമായത് ചില വഴികൾ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പാതയിലേക്ക് ഇന്ന് പകൽ കാലുകളെ വെക്കാൻ വേണ്ടിയ നിന്റെ മുമ്പിലുള്ള സകല പദ്ധതികളെ കർത്താവ് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ വഴി നമ്മുടെ മുമ്പിൽ അടയുമ്പം കർത്താവേ, പരാജയമാണല്ലോ മുഴുവൻ സംഭവിക്കുന്നത്. വഴി അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുഴുവൻ അങ്ങ് ഡെസ്പാവും. പിന്നെ അങ്ങോട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതൊന്നും എന്നാ പ്രശ്നം എന്നാ അറിയത്തില്ല പാസ്റ്റർ, ഒന്നിനൊരു സുഖമില്ല. ചില വഴി കർത്താവ് അടയ്ക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ചില വഴികൾ കർത്താവ് അടയ്ക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് നിന്നോട് കൂടെ ചില സമയങ്ങൾ ചെലവഴിക്കപ്പെടാനുണ്ട്. ചില വഴികൾ കർത്താവ് അടച്ചെങ്കിലേ ദൈവസന്നിധിയിലോട് കൂടുതലായി നീ അടുക്കത്തുള്ളൂ. ഇന്ന് പകൽ ചില വഴികൾ അടയുമ്പോൾ പറയണം: കർത്താവെ, പരാജയത്തിനല്ല, ഇത് ദൈവ മഹത്വത്തിന് വേണ്ടിയാ. ഇത് പരാജയത്തിന് വേണ്ടിയുള്ള അടയപ്പെടുന്ന വാതിലല്ല, എൻ്റെ മേലുള്ള ദൈവിക പദ്ധതികൾ വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണെന്ന് ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് പകലിൽ അടഞ്ഞ വഴികൾ തുറക്കുന്ന ഒരു കർത്താവ് എന്നോട് കൂടെയുണ്ട്. കർത്താവ് വഴി തുറക്കുക മാത്രമല്ല, ചില വഴികൾ കർത്താവായി ബ്ലോക്ക് ചെയ്യുന്നതും കൂടെയാ. ചില വഴികൾ കർത്താവ് ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ മഹത്വം നിന്നിലൂടെ വെളിപ്പെടേണ്ടതിനും കൂടിയാണെന്ന്. ചില വഴികൾ അടയച്ച ചില വഴികളെ പറ്റി പറഞ്ഞിട്ട് മറ്റു സന്ദേശത്തിലേക്ക് കൈമാറുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. സംഖ്യാപുസ്തകം നിങ്ങൾ എടുക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേനും ബാലാക്ക് ബിലയാമിനോട് പറയുന്നുണ്ട്, ഒരു പറ്റം ജനം അവർ വന്നങ്ങ് ദേശത്ത് പരക്കുകയാണ്, അവർ വളരെയധികം വർദ്ധിക്കുകയാണ്, അതുകൊണ്ട് നീ വന്ന് എന്ത് ചെയ്യണം? അവരെ നീ ശപിക്കണം. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേനും ദൈവാത്മാവ് സംസാരിച്ചു, എന്ത് ചെയ്യണ്ട? പോകണ്ട, അവരുടെ കൂടെ പോകണ്ട. രണ്ടാം പ്രാവശ്യം അതിനേക്കാൾ എന്താ പറയുന്ന സമ്മാനങ്ങളും അതിനേക്കാൾ നല്ല പ്രൗഢഗംഭീരമായ ആളുകളുമായിട്ട് അതിനേക്കാൾ നല്ല വ്യക്തികളെയും വിട്ട് പുള്ളി ഒന്നും കൂടെ ക്ഷണിക്കുകയാണ്, നീ വരാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേനും എന്താണെങ്കിലും ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കുക. ദൈവം പറഞ്ഞു, മക്കളെ, ദൈവം പറഞ്ഞു എന്ത് വേണം? പോകണ്ടെന്ന്. ആ ജനത്തെ നീ അവരുടെ കൂടെ പോകണ്ട, അത് എൻ്റെ ജനമാണെന്ന് ദൂത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ ഒറ്റ ദൂതിൽ കൈമാറിയിട്ട് പരിപാടി അവസാനിപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു. പുള്ളി പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. പുള്ളി പറഞ്ഞത്, നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ എന്ത് ചെയ്യും? താമസിക്കുക, നാളെ എന്ത് ചെയ്യാം പറയാം. അങ്ങനെ തന്നെയാണോ മോനെ വാക്യം നോട്ട് നോക്കിയേ? രണ്ടാമത്തെ പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ പാർക്ക്, ഞാൻ എന്ത് ചെയ്യാം? ദൈവത്തോട് ആലോചന ചോദിക്കട്ടെ. ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞത്? പൊക്കോളാൻ പറഞ്ഞു. ഒരാളാ ചോദിക്കുന്നത്, ദൈവത്തോടാ ചോദിക്കുന്നത്.
ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു, ദൈവം പറഞ്ഞു പോണ്ടാന്ന്. രണ്ടാമത്തെ പ്രാവശ്യം ദൈവം പറയാ, നീ പൊക്കോ, പക്ഷെ ഞാൻ പറയുന്നതല്ലാതെ ഒരക്ഷരം പോലും നീ എന്ത് ചെയ്യരുത്, പറയരുത്. ഇവിടെ നിന്ന് ദൈവം നിങ്ങളിലേക്ക് കൈമാറാൻ നൽകിയ സന്ദേശം ഇതാ. ചില വഴികൾ നമ്മുടെ ഇഷ്ടത്തിനങ്ങ് തുറന്ന് തരും. പച്ച മലയാളത്തിൽ പറഞ്ഞ പോകുന്ന വഴിക്ക് എവിടെയൊക്കെയോ ചൂണ്ടക്കുളത്ത് പോലെ ചിലത് കാണും. അതും കൊത്തിക്കൊണ്ടേ നമുക്ക് പോകാനായിട്ട്. നിങ്ങൾക്ക് പറഞ്ഞ ആശയം കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു തുറക്കുന്നതും ദൈവം എനിക്ക് വേണ്ടി തുറക്കുന്നതും തമ്മിൽ രണ്ടും രണ്ടാ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ പറയാം. ഞാൻ പറയാതെ, ഞാൻ ആവശ്യപ്പെടാതെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കുമ്പോൾ അത് ഒരു കല്ലും മണ്ണും ഇല്ലാത്തതായിരിക്കും. ഒന്നും കൂടെ എടുത്തു പറയാം, ഉദാഹരണ സഹിതം. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിൻ്റെ മുമ്പിലെത്തി. അക്കരയ്ക്ക് പോയത് ചെളിമണ്ണും കല്ലും നിറഞ്ഞ വഴിയിലൂടെയായിരുന്നു. ഉണങ്ങിയ നിലത്തൂടെയാച്ചാ. ഇന്നലെ വരെ നിറഞ്ഞ് കവിഞ്ഞൊഴുങ്ങിയ ചെങ്കടല. ഇന്നലെ വരെ കര കവിഞ്ഞൊഴുകിയതാ. പലതും മുങ്ങി ചത്തുപോയിട്ടുണ്ട്. ഇറങ്ങിയാൽ അപ്പോൾ തന്നെ ചെളിക്കകത്ത് പൂണ്ടുപോകുന്നതാ. പക്ഷെ ഉണങ്ങിയ നിലത്തുകൂടി അക്കര കയറിയതെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ബലമായി എന്നെ നടത്താമെന്ന് ദൈവം വാഗ്ദത്തം പറയുമ്പോൾ ഇന്ന് പകലിൽ പറയണം, അപ്പ അങ്ങ് വഴി തുറക്കുന്നത് മതി. എൻ്റെ ഹിതത്താൽ തുറക്കപ്പെടുന്നതല്ല, ഞാൻ പറഞ്ഞിട്ട് തുറക്കപ്പെടുന്നതല്ല, എൻ്റെ ഹിതത്താൽ, ദൈവത്തിൻ്റെ ഹിതത്താൽ എനിക്ക് തുറക്കപ്പെടുന്ന വഴികൾ മതി എന്ന് വിശ്വസിക്കുന്നവർ ആ കാര്യങ്ങളെ തട്ടി ആത്മാവിൽ ഒന്ന് പ്രതികരിച്ച് ഇന്ന് പകലിൽ പറയണ, കർത്താവേ, ദൈവമേ, എനിക്ക് വേണ്ടി വഴി തുറക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ളതാ. എനിക്ക് വേണ്ടി വഴി തുറക്കുന്നത് സ്വർഗമാ. അത് മാനുഷികമായ കൈകടത്തലുകൾ കൊണ്ട് വേണ്ട, മാനുഷികമായ ചിന്തകൾ കൊണ്ട് വേണ്ട. സ്വർഗം തുറക്കുന്നത് മാത്രം മതി എന്ന് വിശ്വസിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ നോക്കിക്കേ. പൊക്കോളാൻ പറഞ്ഞു. പോയിക്കൊണ്ടിരിക്കുമ്പം ഇന്ന് വരെ പ്രവചിക്കാത്ത, ഇന്ന് വരെ ശബ്ദിക്കാത്ത കഴുത ഇപ്പൊ ദൂത് കൈമാറാം. ഇന്ന് വരെ ഒരു മനുഷ്യനോട് പോലും ഒന്നും പ്രതികരിച്ചിട്ടില്ല. പക്ഷെ പുള്ളി ഇപ്പൊ ദൂത് കൈമാറുക. കാരണം നശിപ്പിക്കുവാൻ പിശാച് അപ്പുറത്ത് നിൽക്കുമ്പോൾ, വാളൂരി പിടിച്ച് ദൂതൻ നിൽക്കുമ്പോൾ വഴി ഭക്തനെ തടയേണ്ടത് കർത്താവിൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഒന്നും കൂടെ എടുത്തു പറഞ്ഞ നിങ്ങളിലേക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്ന സന്ദേശം, ദൈവം ചില വഴികൾ അടയ്ക്കുമ്പോൾ ശത്രു അപ്പുറത്ത് വാളുമായി വെട്ടാൻ നിൽക്കുന്നുണ്ടെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ദൂതനെ കൊണ്ട് ഇറക്കി അവിടെ നിന്ന് തടയപ്പെടുന്നത്. ഇന്ന് പകലിൽ സംഹാരകൻ നിനക്കെതിരെ നിൽക്കുമ്പോൾ ഇന്ന് പകലിൽ എത്ര പേർ അതിനോട് ചേർന്ന് നിന്ന് പ്രതികരിക്കാൻ തയ്യാറാകുന്നുണ്ട്? ദൈവസഭ ഇന്ന് പകലിൽ ആത്മാവിൽ പ്രതികരിക്കുക. സംഹാരകൻ വന്ന് വെട്ടാൻ വാളുമായി നിൽക്കുമ്പോൾ, വഴി തടയാൻ നിൽക്കുമ്പോൾ, നിന്റെ യാത്രയെ തടയാൻ നിൽക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവിൽ പ്രതികരിച്ചു പറയണം, ആത്മാവിൽ പ്രതികരിച്ച് പറയണം, യേശുവിന്റെ നാമത്തിൽ എൻ്റെ വഴിയല്ല, ദൈവത്തിന്റെ ഹിതത്താലുള്ള വഴിയാ, ദൈവ കരത്താലുള്ള വഴിയാ, ദൈവത്തിന്റെ സംരക്ഷണതയിലുള്ള വഴിയാ. ഇന്ന് പകലിൽ പറ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കോട്ടകളും, എല്ലാ ശത്രുവിന്റെ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. എന്റെ ഇഷ്ടത്താൽ സംഭവിക്കേണ്ടതല്ല, ദൈവത്തിന്റെ ഹിതത്താൽ, ദൈവത്തിന്റെ ഇഷ്ടത്താൽ എന്റെ ജീവിതം മുൻപോട്ട് പോകുന്നതായി മാറട്ടെ. ഒരു പക്ഷേ ബിലയാം പോകാൻ തയ്യാറായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബെറ്റർ ലൈഫ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിട്ടായിരിക്കാമോ? നമുക്ക് അങ്ങ് ചിന്തിക്കുക. നാം ഈ രാജ്യത്തേക്ക് വന്ന എന്തിനായിരുന്നു? ബെറ്റർ ലൈഫിന് വേണ്ടിയാണ് നാം വന്നത്. ദൈവം വഴി തുറന്ന് തന്നെയാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മുടെ കാൽച്ചുവടുകൾ മാറുന്നുണ്ടോ? ഇവിടെ വന്നിട്ട് നമ്മുടെ ചിന്തകൾ മാറിപ്പോകുന്നുണ്ടോ? ഇവിടെ വന്നിട്ട് നമ്മുടെ പ്രവൃത്തികൾ മാറിപ്പോകുന്നുണ്ടോ? ദൈവം പറഞ്ഞിട്ട് അയച്ചത് സത്യമാ, പക്ഷേ വഴി എവിടെയൊക്കെയോ ബ്ലോക്കാകുക, വഴി എവിടെയൊക്കെയോ അടയപ്പെടുകയാണ്. ഇന്ന് പകലിൽ ദൈവത്തോടൊന്ന് പറയാൻ പറ്റുമോ? അപ്പാ, ഞാൻ ഇവിടെ വന്നത് ദൈവഹിതത്താലാ. എൻ്റെ മുമ്പിലുള്ള വഴികളും ദൈവഹിതത്താൽ തുറക്കപ്പെടണം.
യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. ദൈവം വഴി തുറന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് പകലിൽ നമ്മളിവിടെ ഇത്രയും പേര് കാണത്തില്ലായിരുന്നു. ദൈവം വഴി തുറന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും പേര് ഇവിടെ കാണത്തില്ലായിരുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിന് ദൈവം വഴി തുറന്നതുകൊണ്ടാണ് ഇന്ന് പകലിൽ ഞാനിവിടെ ആയിരിക്കുന്നത്. ഇന്ന് വഴി തുറന്ന ദൈവത്തിന് വേണ്ടി ദൈവം പറഞ്ഞ വഴികളിലൂടെ മുമ്പോട്ട് പോകാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? തിരിച്ചു പോകാൻ എത്രയോ പ്രാവശ്യം ശ്രമിച്ചിട്ടും തിരിച്ചു പോകാൻ കഴിയാതെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിർത്തുന്നുണ്ടെങ്കിൽ, അതിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നിനക്ക് മുമ്പ് തുറക്കപ്പെടുന്നത് കൊണ്ടാണ്. ഇന്ന് കാണുന്ന വഴികൾ അടയപ്പെട്ടാലും, ഇന്ന് മുമ്പിൽ വഴികൾ അടഞ്ഞ് ചുമരുകൾ പോലെ നിൽക്കുന്നതായി തോന്നിയാലും, ഇന്ന് പകൽ ആത്മാവിൽ നീ പ്രഖ്യാപിക്കുക, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ടെന്ന്. ഈസഹാക്കിനെ യാഗം കഴിക്കാൻ പറയുമ്പോൾ, ഈസഹാക്കിനെ കൊണ്ട് പോകുമ്പോൾ ഈസഹാക്ക് ചോദിക്കുന്നുണ്ട്, തീയും കത്തിയും വിറകും ഉണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടുംകുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അപ്പന്റെ മനസ്സിൽ തീരെ ഭയം കൂടാതെ, അല്പം പോലും പതറാതെ അപ്പൻ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു കാണും, യഹോവ കരുതിക്കൊള്ളുമെന്ന്. അപ്പന്റെ വിശ്വാസം. ഒരു പക്ഷേ ആ മകന് തോന്നുക, എൻ്റെ മുമ്പിൽ മൃഗമില്ലല്ലോ യാഗം അർപ്പിക്കാൻ, എൻ്റെ മുമ്പിൽ വഴി അടഞ്ഞതാണല്ലോ, മുള്ളും മണ്ണും കല്ലുകളും മാത്രമാണല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷേ മോറിയ മലയിൽ ചെന്ന് യാഗം അർപ്പിക്കാൻ അബ്രഹാം എടുത്ത് ആ യാഗമൃഗത്തെ അർപ്പിക്കാനായി കടത്തുമ്പോ ആ സ്വർഗത്തിൽ നിന്ന് ദൈവം വിളിക്കുക, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്, നിനക്ക് ഹോമയാഗത്തിനുള്ളത് അവിടെ കരുതിയിട്ടുണ്ട്. നീ നേരത്തെ പറഞ്ഞില്ലേ യഹോവ കരുതിക്കൊള്ളുമെന്ന്? നീ നേരത്തെ പറഞ്ഞില്ലേ, വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചില്ലേ നിനക്ക് വേണ്ടി കരുതുമെന്ന്? അബ്രഹാമേ, നീ കണ്ടില്ലെങ്കിലും നിനക്ക് വേണ്ടി ഒന്ന് കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ വിശ്വാസത്തെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്ന് മുമ്പ് ആത്മാവ് വിളിച്ചു പറയാൻ പറ്റുമോ, നിനക്ക് മുമ്പായി വഴികൾ അറിഞ്ഞാലോ നിനക്ക് വേണ്ടി സ്വർഗം ചിലത് പുതിയതൊന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. യോസേഫിന്റെ ജീവിതത്തിനകത്ത് നോക്കിക്കേ, ദർശനം കണ്ട പിറ്റേ ദിവസം തൊട്ട് ഫുൾ വഴി അടഞ്ഞു. നമ്മുടെ ഭാഷ പറഞ്ഞ ബ്ലാക്ക് ഔട്ടായി. പിന്നെ എവിടെയെങ്കിലും ഒരു വഴി തുറക്കപ്പെടുന്നുണ്ടോ? നോക്കിക്കേ, നീണ്ട 10-16 വർഷം ഒരു വഴി തുറക്കപ്പെട്ടതായിട്ട് അവൻ്റെ ലൈഫിൽ നോക്കി കാണാൻ പറ്റത്തില്ല. ആദ്യമേ വീഴിൽ പോയി വെളിയിലായി, അവിടെ നിന്ന് എടുത്ത് പൊട്ടക്കിണറിനകത്തായി, അവിടെ നിന്ന് ഒരു സുപ്രഭാതത്തിൽ കയറ്റി. അതും നിങ്ങൾ ആലോചിക്കണം, അതിൻ്റെ ഭയാനകത ഒന്നും കൂടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ, എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതി ഞാൻ അപ്പവും വെള്ളമൊക്കെ ചുമന്ന് ചേട്ടന്മാരെടുത്ത് വരിക. അന്നേരം ആ കൊട്ടയും മേടിച്ച് വെച്ച് എന്നെ എടുത്ത കിണറ്റിനകത്തേക്ക് ഇടുന്നു. എന്നിട്ട് എന്നാണേലും ഫുഡ് വന്നതല്ലേ, കഴിക്കാതിരിക്കത്തോ? ആ ആ പൊട്ടക്കിണറിനകത്ത് കിടക്കുന്ന യോസേഫിൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വീട്ടിൽ നിന്ന് തലച്ചുമടായിട്ടോ കഴുതയുടെ പുറത്തോ എങ്ങനെയോ ആയിക്കോട്ടെ, ഫുഡും കൊണ്ട് വരിക. യോസേഫ് തലച്ചുമടായിട്ട്, അല്ലെങ്കിൽ ഈ ഫുഡുമായിട്ട് ചേട്ടന്മാരെ കാണാൻ വരുന്നു. കാണുന്ന നിമിഷം ദാ വരുന്ന സ്വപ്നക്കാരൻ എടുത്ത് പൊട്ടക്കിണറിനകത്തോട്ട് ഇടുന്നു. എന്നിട്ട് ചേട്ടന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഫുഡടിക്കുന്നു. ആ പൊട്ടക്കിണറിനകത്ത് കിടക്കുന്ന യോസേഫിൻ്റെ മാനസികാവസ്ഥയെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു വല്ലാത്ത മരവിപ്പായിരിക്കും അല്ലേ? ഒരു തരം മരച്ചു പോയിട്ടുണ്ടാവും അവൻ്റെ മനസ്സ്. അതും കഴിഞ്ഞു അവിടെ കൊണ്ട് അവസാനിച്ചെന്നാണ് വിചാരിച്ചേ പുള്ളി. പക്ഷേ അവിടെ നിന്ന് താൻ അറിയാത്ത, ഇന്ന് വരെ കാണാത്ത കുറേ എണ്ണത്തിൻ്റെ കയ്യിൽ പുള്ളീനെ അങ്ങ് കൊടുത്തു വിട്ടുകയും ചെയ്യാം. നിങ്ങൾ ആലോചിക്കണം, ദൂതെന്തുവാ? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും വീണ് നമസ്കരിക്കും. 11 കറ്റയും ചെയ്തു വീണ് നമസ്കരിക്കുന്നു. അടുത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, സ്വപ്നം കണ്ടതും ജീവിതവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധം പോലും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു മുടിനാരിന് പോലും ഒരു ബന്ധം ഇല്ല. നിങ്ങളിലേക്ക് ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. പണ്ട് പറഞ്ഞ ദൈവശബ്ദം കേട്ട ദൂതുമായിട്ട് ഇന്നത്തെ ജീവിതവുമായി ബന്ധിച്ച് നോക്കിയാൽ വല്ല ബന്ധമുണ്ടോ? ദൈവശബ്ദമാ, 2 സ്വപ്നമാ, ഭയങ്കര വെളിപ്പാടാണ് അതിനകത്ത് കിടക്കുന്നത്. പക്ഷേ വഴി അടഞ്ഞു നിൽക്കുക. അവിടെ നിന്ന് താൻ അറിയാത്ത ഒരു രാജ്യത്ത് ചെന്ന് പെടുകയാണ്.
ഭാഷ അറിയത്തില്ല, അവിടുത്തെ ഡ്രസ് കോഡ് എന്താണെന്ന് അറിയത്തില്ല. അവിടെ നിന്നും പോത്തിഫേറിൻ്റെ വീട്ടിൽ ഇവിടെ എത്തിയപ്പോൾ തന്നെ പുള്ളി വിചാരിച്ച് കാണുമായിരിക്കും, ഓ സ്വപ്നം നിറവേറിയിട്ടുണ്ട്, ആമേൻ ഗ്ലോറി. യോസേഫ് ഒരു പക്ഷെ വിചാരിച്ച് കാണുമായിരിക്കും, ഓ എൻ്റെ നാഴിക വന്നു. ജോലിക്ക് കയറിയപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും എൻ്റെ നാഴിക വന്നെന്ന്. പക്ഷെ ദൈവം അപ്രതീക്ഷിത പദ്ധതികൾ വഴി അടച്ചിട്ട് വഴി അടയ്ക്കാൻ മാത്രമല്ല ഇന്ന് വരെ കാണാത്ത ഒരു പദ്ധതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ഇന്ന് വരെ തൻ്റെ ലൈഫിൽ കാരാഗ്രഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ജയിലിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ജയിലിൽ ചെന്ന് കിടക്കുക. വല്ല കുറ്റം ചെയ്തോ യോസേഫ്? ഇല്ല. പക്ഷെ വഴി അടഞ്ഞു നിൽക്കുക, വഴി തുറക്കുന്നില്ല. ഞാനൊരു ചോദ്യം നിങ്ങളിലേക്ക് ചോദിക്കുക. യോസേഫിൻ്റെ ജീവിതം എന്ന് പറയുന്നത്, അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് വിശ്വാസത്തിൽ ഉറച്ചൊരു ഫാമിലിയാണ് അല്ലേ? വിശ്വാസത്തിലേക്ക് പുതിയതായിട്ട് വന്നവരൊന്നല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം, ഉപവസിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം, എങ്ങനെയാ ദൈവസന്നിധി നിൽക്കേണ്ടതെന്നറിയാം. എന്നിട്ടും ദൈവം ഒരു ശബ്ദം പോലും, നീണ്ട 17 വർഷങ്ങൾക്കിടയിൽ ദൈവം ഒരു ശബ്ദം പോലും അവൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തില്ല. ഫുൾ വഴി അടയുമായിരുന്നു, ഫുൾ വഴിയും. അവൻ്റെ ലൈഫ് നോക്കിയാൽ നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞ ഇതുപോലെ പരാജയം സംഭവിച്ച ഒരു വ്യക്തി ഭൂമുഖത്ത് കാണത്തില്ല. വാഗ്ദത്തം വലിയ വലിപ്പമുള്ള വാഗ്ദത്തമാണ്, പക്ഷെ ജീവിതം എവിടെയാ? കാരാഗ്രഹത്തിനകത്താണ്. ദൈവം വഴി അടച്ചേക്കുക. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് ഇനി ഒരു കാര്യവും ഇല്ല, ഉപവസിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. വഴി തുറക്കാൻ ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ച പോലും ഈ കാരാഗ്രഹത്തിൽ നിന്ന് എന്ത് ചെയ്യില്ല, പുറത്തു വരത്തില്ല. ഇന്ന് പകലിൽ ആത്മാവിൽ ദൂത് കൈമാറാനുള്ളത്, കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന വിഷയം പോലെ ആ 4 ചുമരുകൾക്കകത്ത് ഒടുങ്ങിപ്പോകുമെന്ന് പറയുന്ന വാഗ്ദത്തത്തെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ വിശ്വസ്തനാ. പക്ഷെ ഒന്ന് നീ വിശ്വസിച്ചോണം, ദൈവത്തെ നീ മുറുകെ പിടിച്ചോണം. നേരത്തെ പാടി, യേശു എൻ്റെ സ്നേഹിതൻ. ആ സ്നേഹിതനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ, കാരാഗ്രഹമല്ല, പൊട്ടക്കിണറല്ല, എന്നെ വിറ്റാലും ഇന്ന് പകൽ എൻ്റെ അകത്ത് ദൈവം എന്നൊരു വ്യക്തിയുണ്ട്. അവനിലുള്ള വിശ്വാസം എൻ്റെ അകത്ത് വർദ്ധിക്കട്ടെ. ഇന്ന് പകല് ദൈവം എനിക്ക് വേണ്ടി പുതിയതൊന്ന് തുറക്കും. ഈ കാരാഗ്രഹത്തിനകത്ത് അടച്ച് എന്തോടെ എൻ്റെ വാഗ്ദത്തം അവസാനിപ്പിക്കുമെന്ന് ലോകം വിധി പറഞ്ഞാലോ, ലോകം പറഞ്ഞാലും, എൻ്റെ കൂടെ ആരാധിക്കുന്നവൻ എന്നെ നോക്കി പറഞ്ഞാലോ, എൻ്റെ പാസ്റ്റർ എന്നെ നോക്കി ഇതുപോലെ എന്തു പറ്റിയെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞാലോ, ഇന്ന് പകൽ ആത്മാവിൽ നീ പ്രഖ്യാപിക്കണം, എൻ്റെ വാഗ്ദത്തം എനിക്ക് വേണ്ടി തുറക്കുന്ന, എൻ്റെ മുമ്പിൽ വഴി തുറക്കുന്ന ഒരു കർത്താവുണ്ട്. നോക്കി, യോസേഫിനെ നോക്കിയ മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അന്നാ ഇനി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് പുള്ളിയുടെ വീട്ടിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറ്റത്തില്ല. മുമ്പും എന്ത് ചെയ്തു, പിമ്പും എന്ത് ചെയ്തു, അടച്ചു. മുമ്പും അടച്ചു, പിമ്പും അടച്ചു. ഇനി പറ ജാസ, എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും? ചില വഴികൾ ഈ ദിവസങ്ങളിൽ അടയപ്പെടുന്നുണ്ടെങ്കിൽ, മുമ്പും പിമ്പും അടച്ച് കർത്താവ് ചില പദ്ധതികൾ നിന്നിലൂടെ പുറത്തെടുക്കാൻ വേണ്ടിയാ. ചില പദ്ധതികൾ സ്വർഗം തുറക്കുന്നത് നിനക്ക് വേണ്ടി, സ്വർഗം തുറന്നിട്ടുള്ളത് നിന്റെ മേൽ നിവർത്തീകരിക്കപ്പെടാൻ വേണ്ടിയാ. ഇന്ന് പകലും മുമ്പും പിമ്പും കർത്താവ് ചിലത് അടച്ചു വെച്ചിട്ടുള്ളത്. ഇന്ന് പകൽ ഒന്ന് ചെയ്യണം, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകണം. യോസേഫിന്റെ ജീവിതത്തിനകത്ത് കാരാഗ്രഹത്തിനകത്ത് ചെന്ന് വിട്ടേക്കുക. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. പക്ഷേ ആ ദർശനം വീണ്ടും കർത്താവ് കൊടുക്കുക. ചില സമയങ്ങളിൽ വഴി അടഞ്ഞു നിൽക്കുമ്പോഴാണ് എവിടെയെങ്കിലും ദർശനം വെളിപ്പെടുന്നത്. ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കുക. നീണ്ട 17 വർഷങ്ങൾ ദൈവം സംസാരിക്കാതിരിക്കുമ്പോൾ ആ കാരാഗ്രഹത്തിനകത്ത് വേണമെങ്കിലും ദൈവത്തിന് സംസാരിക്കാതിരിക്കാമായിരുന്നല്ലേ? ആ സ്വപ്നം പറയുമ്പം, ഭൃത്യന്മാർ പറയുമ്പം വ്യാഖ്യാനിക്കാതെ വേണമെങ്കിൽ ഇരിക്കാമായിരുന്നല്ലേ? പക്ഷേ നിന്റെ കരത്തിൽ തന്നത് കർത്താവിന് വേണ്ടി വ്യാപാരം ചെയ്യാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? അത് കാരാഗ്രഹത്തിനകത്താണെങ്കിലും, വീടിൻ്റെ അകത്താണെങ്കിലും, ജോലി സ്ഥലത്താണെങ്കിലും,
നിന്റെ അകത്തളങ്ങളിൽ പകർന്നിരിക്കുന്ന ആത്മശക്തിയെ ഈ ദിവസങ്ങളിൽ വ്യാപാരം ചെയ്യാൻ തയ്യാറാകട്ടെ ദൈവസഭ. ഒരിക്കൽ കൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, നിന്റെ അകത്ത് തന്നിരിക്കുന്ന ദൈവിക വെളിപ്പാടിനെ നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങൾ ചെന്ന് ചേരുന്ന സ്ഥലത്ത് വ്യാപാരം ചെയ്യുക. സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടും. സഡൻ വഴി തുറക്കുന്നില്ലെങ്കിലും, സഡൻ ചില വഴികൾ തുറക്കപ്പെടുന്നില്ല, ഓപ്പൺ ആകുന്നില്ലെങ്കിലും ഭാരപ്പെടരുത്. സ്വർഗം നിനക്ക് വേണ്ടി ചില പദ്ധതികൾ അപ്പുറത്ത് ശ്രേഷ്ഠമേറിയത്, മൂല്യമേറിയത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാ ഈ പദ്ധതിയിലൂടെ ദൈവം നിന്നെ നടത്തുന്നു. നോക്കിക്കേ, യോസഫിന്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും പുറത്തു വരാൻ സാധ്യതയില്ലെന്ന് ലോകം പറഞ്ഞിടത്ത് സ്വർഗം അവന് വേണ്ടി ഒരു പദ്ധതി ഒരുക്കുകയാണ്. സ്വപ്നം കാണാത്ത, ദർശനം കാണാത്ത ഫറവോൻ വരെ സ്വപ്നം കാണുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് വരെ സ്വപ്നം കാണാത്ത അവന് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്ത് ചെയ്യണം? അറിയുകയും വേണം. ചില പദ്ധതികൾ അങ്ങനെയാച്ച കൊട്ടാരത്തിനകത്ത് വരെയും ചെന്ന് കർത്താവ് കയ്യൊപ്പെഴുതിയിരിക്കും. ചില കാര്യങ്ങൾക്ക് വേണ്ടി ഓഫീസിനകത്ത്, ഗവൺമെൻറ്റിൻ്റെ പേപ്പറിനകത്ത് കുരുങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേലും കർത്താവ് സൈൻ ചെയ്യണമെങ്കിൽ ഒരു സ്വർഗീയ വെളിപ്പാട് നീ കാണാൻ തയ്യാറാകണം. എത്ര പേർ അതിനോട് പ്രതികരിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പേപ്പറിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ പോലും കർത്താവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും നീ ദൈവവുമായിട്ട് കണക്റ്റ് ആയിരിക്കണം. നോക്കിക്കേ, യോസേഫ് മതിയാക്കി. ഇനി സ്വപ്നവും വേണ്ട, വെളിപ്പാടും വേണ്ട, പ്രാർത്ഥനയും വേണ്ട എന്ന് പറഞ്ഞ് 17ാമത്തെ വർഷം ഇരിക്കുകയെന്നങ്ങ് വിചാരിക്കുക. രാജാവ് കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കണം, ആള് വേണം. എവിടെ പോയാനെ? യോസഫിൻ്റെ അടുത്ത് വരുമായിരുന്നോ? നെവർ. യോസഫിൻ്റെ അടുത്ത് ആള് വരാൻ കാരണം ഇതിനു മുമ്പ് ഒരു ദർശനം അവൻ സ്വപ്നം വ്യാഖ്യാനിച്ചത് കൊണ്ടാണ്. ശരിയാണോ? ഒരു സ്വപ്നം അവൻ വ്യാഖ്യാനിച്ചത് കൊണ്ടാ രാജാവ് ഉപന്റെ സന്നിധി ചെന്ന് പറഞ്ഞത്, ദേ ഒരുത്തനുണ്ട്, ഞാൻ സ്വപ്നം പറഞ്ഞപ്പോൾ അവൻ വ്യാഖ്യാനിച്ചു, അതുപോലെ സംഭവിച്ചു, എന്നെ ജോലിക്കെടുത്തു, മറ്റവനെ തൂക്കിലേറ്റി. ഈ ദൂത് കൈമാറാൻ കാരണം നേരത്തെ ദൈവവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ നീണ്ട 17 വർഷമായിട്ടും വഴി മുമ്പും പിമ്പും അടഞ്ഞിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരിക്കുന്നൊരു ഭക്തൻ ഇന്ന് പകലിൽ നിങ്ങളിലേക്ക് കൈമാറാനുള്ള സന്ദേശം ഇതാ. വഴി തുറക്കുമ്പോൾ മാത്രം ആമേനും ഗ്ലോറിയുമല്ല, വഴി അടയുമ്പോഴും ആമേനും ഗ്ലോറി വേണം. വഴി തുറക്കുമ്പോൾ മാത്രമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, വഴി അടയുമ്പോഴും ദൈവത്തെ ആരാധിച്ചോണം. വഴി തുറക്കുമ്പോൾ മാത്രമല്ല ബൈബിൾ വായന വേണ്ടത്, വഴി അടയുമ്പോഴും ബൈബിൾ വായന ഉണ്ടായിരിക്കണം. രോഗം വരുമ്പോൾ, രോഗത്തിന് സൗഖ്യം നൽകുമ്പോൾ മാത്രമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, രോഗം വരുമ്പോഴും ദൈവത്തെ ആരാധിക്കണം. വഴികൾ എത്ര അടഞ്ഞാലും, മുമ്പിലുള്ള വഴികൾ മൊത്തമായി അടഞ്ഞാലും, ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ മുമ്പിൽ വന്നാലും, ഭയപ്പെടുത്തുന്ന പലതും മുമ്പിൽ സംഭവിച്ചാലും, ഇന്ന് പകൽ നിറവിൽ പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയണം, എത്ര വർഷം കഴിഞ്ഞാലും ദൈവിക പദ്ധതി എൻ്റെ മേൽ വെളിപ്പെടും. കാരണം ദൈവത്തിന്റെ പദ്ധതി എനിക്ക് വേണ്ടി ഞാൻ അറിയാതെ കരുതുന്ന ഒരു കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ട്. കാരണം ഈ ലോകത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് എൻ്റെ കർത്താവ്. എൻ്റെ അപ്പനും അമ്മയും വിചാരിച്ചിട്ട് ഞാൻ ഭൂമിയിൽ വന്നതല്ല, സ്വർഗം എനിക്ക് വേണ്ടി തുറക്കുന്നത് കൊണ്ടാ. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറയണം, എന്റെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന ഒരു കർത്താവ് എനിക്ക് വേണ്ടി മുമ്പിലും പിമ്പിലായി കാവലായി എന്നോട് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അക്കാലങ്ങളെ ഉയർത്തി ശക്തിയോടെ നല്ല രാമേ പറഞ്ഞാണ്. യോസഫിന്റെ ജീവിതത്തിൽ നോക്കിയാൽ യോസഫ് കരുതിയത് ഇതായിരിക്കും സൂപ്പർ. പോത്തിഫേറിന്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ പുള്ളി വിചാരിച്ചു കാണുമായിരിക്കും, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ജോലി ഇതായിരിക്കുന്നു. യോസേഫിനെ കാരാഗ്രഹത്തിനകത്തേക്ക് വിട്ടില്ലായിരുന്നെങ്കിൽ മിസ്രൈമിലെ മന്ത്രിയാകത്തില്ലായിരുന്നു. അവിടെ പറയുന്നൊരു പദമുണ്ട്, രാജ്യത്തിലെ പ്രധാനിയായ വ്യക്തി ഞാനാണെങ്കിലും നീ പറയാതെ ഈ ദേശത്തൊരു നായ പോലും നാവനക്കില്ല. ദാനിയേലിനോട് പറയുന്നുണ്ട്, അതൊക്കെ നീ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് ചില വഴികൾ അടയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഒരു അധികാരത്തോടെ ഒന്നും കൂടെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, ചില അധികാരങ്ങൾ നിനക്ക് കൈമാറാൻ വേണ്ടിയ ചില ബ്ലോക്കുകൾ വരുന്നത്.
നിൻ്റെ ജീവിതത്തിനകത്ത് ചില ബ്ലോക്കുകൾ വരുന്നുണ്ടെങ്കിൽ വിചാരിച്ചോണം ഇന്ന് പകലിൽ ചില അധികാരത്തോടെയുള്ള ചിലത് കൈമാറാൻ വേണ്ടിയാ ചില ബ്ലോക്കുകൾ നിൻ്റെ ജീവിതത്തിനകത്ത് വരുന്നത്. ഇന്ന് പകൽ അതിനോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? ദേശത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിട്ട് വേണ്ട പോലെ പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ദൈവം ചിലത് അധികാരത്തോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്, ചിലത് ദൈവം അധികാരത്തോടെ കൈമാറാൻ ദേശത്തോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഭക്ത, നിനക്ക് വേണ്ടിയ സ്വർഗം ചിലത് കൈമാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉപവാസത്തോടെ ഇരിക്കുന്ന നിനക്ക് വേണ്ടിയ ഭക്ത ചിലത് കൈമാറാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വചനത്തോട് ചേർന്നിരിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന നിനക്ക് വേണ്ടിയ സ്വർഗം ചിലത് തുറക്കുന്നത്. യോസേഫിന്റെ ജീവിതത്തിനകത്ത് കാരാഗ്രഹമാ ചില വാഗ്ദത്തങ്ങൾ പൊട്ടിപ്പുറപ്പെടുവിച്ച് കൊണ്ടുവന്നതെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിൽ വിളിച്ചു പറയണം, കാരാഗ്രഹമായാലോ കൊട്ടാരമായാലോ ഏത് ജോലിയുടെ അവസ്ഥയ്ക്കകത്താണെങ്കിലും ചില ബന്ധനങ്ങൾ, തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നിൽ ദൈവത്തിന്റെ ചില പദ്ധതികൾ വെളിപ്പെടുത്താനുണ്ട്. എനിക്ക് വേണ്ടി ചില സ്വർഗം, ചില അധികാരങ്ങൾ കൈമാറാനുണ്ട്. ഇന്ന് പകൽ അതിനോട് ചേർന്ന് ആമേൻ പറയാൻ തയ്യാറുള്ളവർ ആത്മാവിൽ പ്രഖ്യാപിക്ക്. ചില വഴികൾ അടയപ്പെടുമ്പോ മോനെ ആൽവിനെ ചില വഴികൾ അടയുമ്പോ ഇന്ന് പകൽ നീ വിശ്വാസത്തെ പ്രഖ്യാപിക്ക്. എനിക്ക് വേണ്ടി സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളത്, എനിക്ക് വേണ്ടി പുതിയ വഴി കർത്താവ് തുറക്കുന്നുണ്ടെന്ന് അതിനോട് ചേർന്ന് ആമേൻ പറയാൻ തയ്യാറുള്ളവർ. ദൈവം ഇവിടെ വഴികൾ അടയ്ക്കുമ്പോൾ മറ്റൊരു വാതിൽ നിനക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മതി. അതിനുവേണ്ടി ഒന്ന് നിൽക്കാൻ തയ്യാറായാൽ മതി. നമ്മുടെയൊക്കെ പ്രശ്നം നീണ്ട 17 വർഷങ്ങൾ ദൈവം ഒരു ശബ്ദം പറയാതെ ഇരുന്നിട്ടും യോസേഫ് ദൈവത്തിലുള്ള വിശ്വാസത്തെ വിട്ടില്ല. നമ്മുടെയൊക്കെ പ്രശ്നം ദൈവം ഇന്ന് സംസാരിക്കും, നാളെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെച്ച് നമ്മുടെ ഇഷ്ടത്തിന് പോയിരിക്കും. ഒരു മടങ്ങി വരവിലേക്ക് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എന്നോട് കർത്താവ് സംസാരിച്ചില്ലെങ്കിലും, എനിക്ക് വേണ്ടി വഴി തുറന്നില്ലെങ്കിലും ഞാൻ അവനെ മുറുകെ പിടിച്ചിരിക്കും. ഇവിടെയൊക്കെ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ സ്തുതിക്കാൻ തയ്യാറായാൽ, കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, കാരാഗ്രഹത്തിൻ്റെ 4 ചുമരുകൾക്കകത്ത് കിടന്ന് ദൈവത്തെ നിലവിളിക്കാൻ തയ്യാറായാൽ നിന്നിലൂടെ ചില സൈനുകൾ കർത്താവ് ഇട്ടിരിക്കും. രാജ്യത്തിൻ്റെ ചില നിയമങ്ങൾക്കകത്ത് കയ്യൊപ്പിടുവാൻ കർത്താവിൻ്റെ വിളി ഉള്ളത് കൊണ്ടാണ് ഇന്ന് പകൽ നിന്നെ കാരാഗ്രഹത്തിനകത്ത് മുമ്പും പിമ്പും അടച്ചിട്ടിരിക്കുന്ന മനുവരെ ചില വിഷയങ്ങളുടെ മുഖത്ത് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നത് പോലെ അടയപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിന്റെ വാഗ്ദത്തം പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാ ഇന്ന് പകൽ എത്ര പേർ അതിനോട് പ്രതികരിക്കാൻ തയ്യാറുണ്ട്? അങ്ങനെയുള്ള വിശുദ്ധ കരങ്ങളെ ഉയർത്തി നന്ദി ഹൃദയത്തോടെ അല്പനിമിഷങ്ങൾ ആരാധന കൊടുത്ത ദൈവത്തിന് മുമ്പും പിമ്പും അടച്ച് എൻ്റെ മേൽ ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തുന്ന ഒരു കർത്താവിന്റെ കര, മുമ്പും പിമ്പും അടച്ച് എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു കർത്താവിന്റെ കര, മുമ്പും പിമ്പും അടച്ച് എനിക്ക് വേണ്ടി പുതിയ വാതിലുകൾ തുറക്കുന്ന ഒരു കർത്താവിന്റെ കര ഇന്ന് പകൽ ചലിക്കപ്പെടട്ടെ. ഭയാനകമായ അവസ്ഥയിലൂടെ പോയിട്ടും തകരാതെ നിർത്തി നിന്നിട്ടുണ്ടെങ്കിൽ ദൈവിക പദ്ധതി ഞാൻ ഇന്ന് ആത്മാവിൽ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കാം. ആരെക്കാളും കൂടുതൽ വ്യസനിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ആരെക്കാൾ കൂടുതൽ മുറിവേറ്റിട്ടുണ്ടോ? ആരെക്കാൾ കൂടുതൽ തകർക്കപ്പെട്ടിട്ടുണ്ടോ? അവരെക്കാളും കൂടുതൽ നിന്നെ മാനിക്കാൻ കർത്താവ് വിശ്വസ്തന. യോസേഫിന്റെ ജീവിതത്തിനകത്ത് നോക്കിയാൽ മറ്റെല്ലാവരെക്കാളും കുറ്റം പറയാൻ, വ്യക്തമായി പറയാൻ പറ്റുന്ന നിലവാരത്തിൽ അവന്റെ ജീവിതം കാരാഗ്രഹത്തിനകത്തായി. നാണം കെട്ട് മുഖത്ത് നോക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ അവൻ കാരാഗ്രഹത്തിനകത്തായിട്ടുണ്ട്. പക്ഷെ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയാ, യോസേഫ് ഇവൻ നിൽക്കുന്നത് കൊട്ടാരത്തിനകത്താ. പക്ഷെ ആര് തല കുനിച്ചു നിർത്തിയോ അതേ വ്യക്തി മുകളിലേക്ക് നോക്കി സാല്യൂട്ട് ചെയ്യത്തക്ക നിലവാരത്തിൽ യോസേഫിന് വേണ്ടി ദൈവം വഴി തുറന്നെങ്കിൽ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നിന്നെ നോക്കി ദൂത് കൈമാറുകയാ. താഴ്ന്നു നിൽക്കുവാനല്ല, ഉയർത്തി മാനിക്കുന്ന ഒരു കർത്താവിന്റെ കര എനിക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നുണ്ടെന്ന്. ഇന്നലകളിൽ അനുഭവിച്ച വേദനകൾ ഒന്നുമല്ലെന്ന് പറയത്തക്ക നിലവാരത്തിൽ, ഇന്നലകളിൽ അനുഭവിച്ച വേദനകൾ ഇന്ന് എനിക്ക് മാറായ മധുരമാക്കി എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവം അതിനെ മാറ്റുന്ന, ഇരുട്ടിന്റെ പകൽ വെളിച്ചമെന്ന പോലെ മാറ്റുന്നത് പോലെ സ്വർഗം ചില വാഗ്ദത്തങ്ങൾ അവരിലേക്ക് കൈമാറുകയാണെന്ന് ആത്മാവിൽ വിളിച്ചു പറയുകയാ. അതിനോട് പ്രതികരിക്കാൻ തയ്യാറുള്ളവർ അസൂയയില്ലെങ്കിൽ ഇന്ന് പകൽ അതിനോട് ചേർന്ന് ആമേൻ പറ. ഇന്ന് പകൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ദൈവത്തിന്റെ ചില പദ്ധതികൾ സഭയ്ക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത് ചെയ്തെടുക്കാനുണ്ട്. ചില വഴികൾ കർത്താവ് തുറക്കുന്നുണ്ടെങ്കിൽ, ചില വഴികൾ കർത്താവ് അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ മഹത്വം സഭയ്ക്കകത്ത് വെളിപ്പെടുത്താൻ വേണ്ടിയാ. റിജോയ് പാസ്റ്റർ ഉള്ളത് കൊണ്ട് സഭ ഇങ്ങനെ പോകുന്നത്
നോ, ദൈവം ഉള്ളത് കൊണ്ട് സഭ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. ദൈവം ഉള്ളത് കൊണ്ട് എന്റെ കുടുംബം മുമ്പോട്ട് ചലിക്കുന്നത്. ദൈവം ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഒന്നറിയാം, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് മാറിയാലോ, ദൈവിക പദ്ധതിയിൽ നിന്ന് ഞാൻ മാറിയാലോ, ഈ സഭ ഇവിടെ നിൽക്കും. കാരണം ദൈവം ആ സഭയെ ഇവിടെ നട്ടത് ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടല്ല. സഭ ഇവിടെ നട്ടത് ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടല്ല. സഭ ഇവിടെ ദൈവം സ്ഥാപിച്ചത്. ദൈവത്തിന് ചില പദ്ധതികൾ ഈ ടെൽഫോർഡിനകത്ത് ചെയ്തെടുക്കാൻ ഉള്ളത് കൊണ്ട് മഹനീയം ടെൽഫോർഡിനെ ഈ ടെൽഫോർഡിനകത്ത് സ്ഥാപിച്ചത്. അതിന്റെ പിന്നിൽ ദൈവിക ഉദ്ദേശം, ദൈവിക വാഗ്ദത്തം നിറവേറാനുള്ളത് കൊണ്ട് മാത്രമാ എന്നെ അതിനോട് ചേർത്ത് നിർത്തിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ ചിന്താഗതിയുണ്ട്, ഞാനില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. ഒന്നുമില്ല അച്ഛാ, ഞാനില്ലെങ്കിൽ ഈ സഭായോഗം ഇവിടെ നടക്കും, ഞാനില്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യും, ഞാനില്ലെങ്കിലും ഇവിടെ ലൈവിന്റെ കാര്യങ്ങൾ നടക്കും. ഞാനല്ല എൻ്റെ ഇവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാ, ദൈവമാ ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. ഇന്ന് പകലിൽ വിശ്വാസത്തോടെ പറയണം, ഞാനില്ലെങ്കിലും ഫുഡിന്റെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി സഭ എഴുന്നേൽക്കട്ടെ. സഭ കൺട്രോൾ ചെയ്യപ്പെടുന്നത് പരിശുദ്ധാത്മാവിനല്ല, ദൈവ സാന്നിധ്യത്തിലല്ല സഭ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. മാനുഷികമായ ബുദ്ധി കൊണ്ടല്ല, മാനുഷികമായ ചിന്തകൾ കൊണ്ടല്ല, മാനുഷികമായ കൈകരുത്തുകൾ കൊണ്ടല്ല സഭ മുൻപോട്ട് പോകേണ്ടത്. ആത്മശക്തിയാലാച്ച ആദിമ സഭ മുൻപോട്ട് പോയിക്കൊണ്ട് പരിശുദ്ധാത്മ ശക്തിയാലാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനേക്കാളും ശ്രേഷ്ഠകരമായി നിന്നിലേക്ക് പകരാ. കർത്താവ് വിശ്വസന, പക്ഷെ ഒന്ന് ചെയ്യണം, അതിനു വേണ്ടി ഒന്ന് നിന്നു കൊടുക്കാൻ തയ്യാറാകട്ടെ. ഇന്ന് പകലിൽ ഞാൻ വിശ്വസിക്കുന്നു, മുമ്പും പിമ്പും മടച്ച് ദൈവം ചില പുതുവഴികൾ സഭയ്ക്ക് വേണ്ടി തുറക്കപ്പെട്ട ചില പദ്ധതികൾ, നമ്മുടെ പദ്ധതികൾ കർത്താവ് ബ്ലോക്ക് ചെയ്തിട്ട് ചില വഴികളെ പിമ്പിൽ നിന്നും അടച്ചിട്ട് എന്നെ അതിനകത്ത് സമ്മർദ്ദത്തിനകത്ത് ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ദൈവിക വാഗ്ദത്തം എനിക്ക് വേണ്ടി തുറക്കാൻ വേണ്ടിയാണ്. ദൈവിക വഴികൾ എനിക്ക് വേണ്ടി ഞാൻ കാണാത്തത് തുറക്കപ്പെടാൻ വേണ്ടിയാണ്. ഇന്ന് പകൽ എത്ര പേർ അതിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ട്? ഇന്നൊക്കെ പകൽ എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോട് നിമിഷം പ്രാർത്ഥിച്ചേ. ഞാൻ അറിയാത്ത വഴി എനിക്ക് വേണ്ടി തുറക്കുന്നൊരു കർത്താവ്. മുമ്പിലും പിമ്പിലും എൻ്റെ വഴികൾ അടയപ്പെട്ടാലും, മുമ്പിലും പിമ്പിലും എൻ്റെ വാതിലുകൾ അടച്ചാലും എനിക്ക് വേണ്ടി സ്വർഗം പുതിയതൊന്നും തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ആർക്കുമില്ലാത്ത വേദനയും ആർക്കുമില്ലാത്ത സങ്കടവും ആർക്കുമില്ലാത്ത നൊമ്പരവും ആർക്കുമില്ലാത്ത പ്രശ്നവും നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ വിശ്വസിച്ചോണം, എൻ്റെ വാഗ്ദത്തം പുറത്തു വരാൻ സമയമായിട്ടുണ്ട്. ഓരോ സ്ത്രീ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ വേണ്ടി നീണ്ട 9 മാസങ്ങൾ അതിനെ ചുമന്ന് സൂക്ഷിക്കുന്നത് പോലെ എൻ്റെ വാഗ്ദത്തം പുറത്തു വരേണ്ടതിന് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന ഈ വേദന പിന്നത്തേതിൽ എനിക്ക് മഹത്വകരമായി മാറുമെന്ന് വിശ്വസിക്കാൻ തയ്യാറുള്ളവർ ആ കണ്ണുകളെയൊക്കെ അടച്ച് ദൈവത്തോട് നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവ്, എൻ്റെ വാഗ്ദത്തം വെളിപ്പെടാൻ സമയമായി, എൻ്റെ വാഗ്ദത്തം പുറത്തു വരേണ്ട സമയമായി. ഇന്ന് കാണുന്ന വേദന, ഇന്ന് കാണുന്ന അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ മാറി വാഗ്ദത്തം എനിക്ക് വേണ്ടി വെളിയിൽ വരും, വാഗ്ദത്തം എനിക്ക് വേണ്ടി പുറത്തു വരും. ഒരു പുതിയ വഴി ഇന്ന് വരെ മറ്റുള്ളവർക്ക് തുറക്കപ്പെട്ടതുപോലെയല്ല, ഇന്നലകളിൽ മറ്റാർക്കും തുറന്നതുപോലെയല്ല, ഇന്നലകളിൽ മറ്റാരോ കണ്ടതല്ല, മറ്റാരോ പറഞ്ഞു കേട്ടതല്ല. പുതിയതൊന്ന്, ഇന്നലകളിൽ കാണാൻ കഴിയാത്ത ചിലത് എനിക്ക് വേണ്ടി സ്വർഗം തുറന്നതിനാണ് വിശ്വസിക്കുന്നവർ ആ കണ്ണുകളെ അടച്ച് അല്പനിമിഷങ്ങളെ അന്യഭാഷകളിൽ ആത്മാവിലൊന്ന് പ്രതികരിക്കുക. നിങ്ങളുടെ കരങ്ങളേക്ക് തട്ടി അല്പനിമിഷങ്ങൾ ആത്മാവിലൊന്ന് പ്രതികരിക്കുക. സ്വർഗം ചില വാഗ്ദത്തങ്ങൾ തുറക്കട്ടെ, സ്വർഗം ചില പദ്ധതികൾ നിങ്ങൾക്കായി തുറക്കട്ടെ. മുമ്പും പിമ്പും അടച്ച് പുതിയതൊന്ന് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്നു തരുന്ന പകലാ യേശുവിന്റെ നാമത്തിൽ ഇത് മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയാകട്ടെ, ദൈവ പ്രവൃത്തികൾ നടക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, മുമ്പിലും പിമ്പിലും അടച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന ഒരു പകൽ. ഒരുപക്ഷെ നിങ്ങൾ അടഞ്ഞ വഴികളിലൂടെ ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ജോലി എന്ന അതിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണോ? ആരോഗ്യമെന്ന വാതിൽ അടഞ്ഞു കിടക്കുകയാണോ? മുന്നോട്ട് പോകുവാൻ കഴിയാതെ, മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിൻ്റെ വഴികൾ അടഞ്ഞു നിൽക്കുകയാണോ? ഇന്ന് പകലിൽ വിശ്വാസത്തോടെ വിളിച്ചു പറയണം, ദൈവം എൻ്റെ വഴികൾ അടയ്ക്കുന്നത്
എൻ്റെ ഭാവിയെ തടയാനല്ല, എൻ്റെ ഭാവിയെ ഉയർത്താനാണ്. അടഞ്ഞ വഴികൾക്ക് പിന്നിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം തുറക്കാൻ വേണ്ടിയാണ്. ഇന്ന് പകലിൽ എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും, ദൈവം വഴികൾ അടയ്ക്കുന്നത് എൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ്, ദൈവം ഭാവിയെ തുറക്കാൻ വേണ്ടിയാണ്, എൻ്റെ വഴികൾക്ക് പിന്നിൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ വേണ്ടിയാണ്, മറ്റാർക്കും ലഭിക്കാത്ത വാഗ്ദത്തം എൻ്റെ മേൽ വെളിപ്പെടാൻ വേണ്ടിയാണ് എൻ്റെ വഴികൾ അടയുന്നത്. എൻ്റെ വഴിയിൽ തുറക്കാതെ ഇരിക്കുന്നതിൻ്റെ കാരണം മറ്റാർക്കും വെളിപ്പെടാത്ത ദൈവിക പദ്ധതി എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടാൻ വേണ്ടിയാണ്. ആ വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങയുടെ കരം എനിക്ക് വേണ്ടി ചലിക്കണമേ, ദൈവത്തിൻ്റെ വഴി എൻ്റെ മേൽ തുറക്കണമേ, ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ സഭയുടെ മേൽ, എൻ്റെ തലമുറയുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പേർ തയ്യാറുണ്ട്. പരിശുദ്ധ പിതാവേ, എന്നുള്ള സമയത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് നൽകുന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവേ, സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. കർത്താവേ, നീ മുമ്പും പിമ്പും എന്നെ അടച്ചതിനായി സ്തോത്രം. കർത്താവ്, ഒരുപക്ഷെ ഞങ്ങളുടെ വഴികൾ അടയപ്പെടുമ്പോൾ ഞങ്ങൾ തകർന്നു വീഴാറുണ്ട്, തളർന്നു പോകാറുണ്ട്, നിരാശപ്പെടാറുണ്ട്. കർത്താവെ, ഞങ്ങൾ ആകുലപ്പെടാറുണ്ട്. കർത്താവെ, ഇന്ന് പകലിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം പുതിയതൊന്ന് തുറക്കും. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് എത്താൻ ബന്ധപ്പെടുകയാണ്. കർത്താവെ, നീണ്ട 17 വർഷങ്ങൾ യോസെഫിന് കൊടുത്ത ദർശനത്തിൽ നിന്നും മാറാതെ ആ ദർശനത്തിനകത്ത് അവന് ഉറച്ചു നിന്നെങ്കിൽ, ഇന്ന് പകലിൽ ആ ദർശനത്തിനകത്ത് ഉറച്ചു നിൽക്കുമ്പോൾ ഞങ്ങളെ പ്രാപ്തരാക്കണം, സഹായിക്കണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.